നമസ്കാരം. 2024 ഏപ്രിൽ 1 തീയതിയിലെ പത്രവാർത്തകളാണ്. വർക്കലയിൽ നടന്ന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിൽ വനിതാ വിഭാഗത്തിൽ ജേതാവായത് തമിഴ്നാട് സ്വദേശിനി കമാലി മൂർത്തിയാണ്. കേന്ദ്ര സർക്കാർ മുംബൈയിനെ സംയുക്ത സേന ആസ്ഥാനമാക്കാൻ തീരുമാനിച്ചു. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ ആസ്ഥാനമാക്കാനാണ്, ട്രൈ സർവീസ് കോമൺ ഡിഫൻസ് സ്റ്റേഷനാക്കാനാണ് മുംബൈയിനെ തീരുമാനിച്ചത്. നിലവിൽ ആൻഡമാൻ നിക്കോബാറിന് ഈ പദവി ഉണ്ടെങ്കിലും ഇന്ത്യക്കകത്ത് ഒരു ട്രൈ സർവീസ് കോമൺ ഡിഫൻസ് സ്റ്റേഷൻ ഇല്ലാത്തതിനാലാണ് ഈ തീരുമാനം. വിവർത്തനത്തിനുള്ള പെൻ അമേരിക്ക അവാർഡ് ഡോക്ടർ വൃന്ദ വർമ്മയ്ക്കാണ്. അലിംഗം എന്ന നോവല് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതിനാണ് പുരസ്കാരം. 4000 അമേരിക്കൻ ഡോളറാണ്, ഏകദേശം 3,33,533 രൂപയാണ് പുരസ്കാരം. ഡോക്ടർ എസ് ഗിരീഷ് കുമാറിൻ്റെ അലിംഗം എന്ന നോവലാണ് ഡോക്ടർ വൃന്ദ വർമ്മ വിവർത്തനം ചെയ്തത്. കലാമണ്ഡലം കേശവദേവ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. കഥകളി നടനാണ്. മയാമി ഓപ്പൺ ബൊപ്പണ്ണ എബ്ദർ സഖ്യം നേടി. ഡോക്ടർ PGR പിള്ളയ്ക്ക് ബംഗാളിൽ നിന്നുള്ള രാജഭൂഷൺ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ ഇന്നത്തെ പത്രവാർത്തയാണ്. ഇതിൻ്റെ വിശദമായിട്ട് വായിക്കണമെങ്കിൽ ഞാൻ PDF ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്തിട്ടേക്കാം, നോക്കുക. ഓക്കെ.